ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചെമ്പരത്തിപ്പൂ വെച്ചുള്ള ഒരു രസമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ചെമ്പരത്തിപ്പൂവിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കുവാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു രസം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 12 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു പച്ച കളറുള്ള പാർട്ടും നമുക്ക് കളഞ്ഞെടുക്കാം. അങ്ങനെ അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് എല്ലാം കൂടി അടുക്കി പിടിച്ച് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ പൂവെല്ലാം തന്നെ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ ഞാൻ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൂവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. അങ്ങനെ പൂവെല്ലാം നല്ലതുപോലെ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ഇവിടെ ആവശ്യത്തിന് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ രസത്തിലേക്ക് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ ചേർക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഒരു 3-4 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 5-6 കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെറിയുള്ളി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ ചെറിയുള്ളി ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പോയത് കൊണ്ടാണ് നമ്മളിപ്പോൾ വറുത്തതിലേക്ക് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ രസത്തിലേക്ക് കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ഇറങ്ങി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.